നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ച് റിട്ടയർഡ് സഹകരണ ബാങ്ക് മാനേജർ വെന്തുമരിച്ച സംഭവത്തിൽ ദുരൂഹത മാറുന്നില്ല. ഫോറൻസിക് പരിശോധനാ ഫലം നിർണായകമാകും. എല്ലാ സാധ്യതകളും നിലനിർത്തിയാണ് പോലീസ് അന്വേഷണം. കുമാരമംഗലം മുൻ സഹകരണ ബാങ്ക് മാനേജർ ഏഴല്ലൂർ പ്ലാന്റേഷൻ സ്വദേശി എരപ്പനാൽ ഇ.ബി. സിബിയാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു സംഭവം. കാറിന് തീപിടിച്ചപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്തതാകാം അപകടത്തിന് കാരണമെന്നാണ് സംശയമെന്ന് നാട്ടുകാർ പറയുന്നു. ഏറെ പഴക്കം ചെന്ന കാറിലായിരുന്നു സിബി സഞ്ചരിച്ചത്. ഫോറൻസിക് വിഭാഗവും പോലീസും വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഏഴല്ലൂർ തൊടുപുഴ റോഡിൽ പെരുമാങ്കണ്ടത്തിന് സമീപം നരിക്കുഴി ജംഗ്ഷനിൽ നിന്നും 70 മീറ്ററോളം മാറി പ്ലാന്റേഷനിലേക്ക് പോകുന്ന റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് കാർ കത്തുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ഇവർ അറിയിച്ചതനുസരിച്ച് തൊടുപുഴയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയാണ് തീയണച്ചത്. കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു സിബിയുടെ മൃതദേഹം. വിവരമറിഞ്ഞ് തൊടുപുഴ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് സിബിയുടെ സഹോദരനായ ഡിബിയും ഭാര്യ ജിജിയും സ്ഥലത്തെത്തി. കാർ സിബിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നൽകിയ ശേഷം തിരിച്ച് കുമാരമംഗലത്തേക്ക് വരുന്ന വഴിയാണ് ദുരന്തം സംഭവിച്ചത്. എന്നാൽ സിബിക്ക് ജീവൻ ഒടുക്കേണ്ട സാഹചര്യമില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു. ഇതാണ് ദുരൂഹത കൂട്ടുന്നത്. എന്നാൽ ആത്മഹത്യാ സംശയമുണ്ട്. ഉച്ചയോടെ സിബിയെ പ്രദേശത്ത് കണ്ടവരുണ്ട്. ഇദ്ദേഹമാണ് മരിച്ചതെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടിയാലേ ആളാരാണെന്ന് വ്യക്തമാകൂ. ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സംഭവം നടന്നതിന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് സിബി പെട്രോൾ വാങ്ങിയതായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മോട്ടോർ വാഹന വകുപ്പും വിശദ റിപ്പോർട്ട് നൽകും. ഭാര്യ സിന്ധുവാണ്. മക്കൾ അരവിന്ദ്, അഞ്ജലി. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സിബി സാധനങ്ങൾ വാങ്ങി നൽകിയ ശേഷം തിരിച്ച് കുമാരമംഗലത്തേക്ക് വരുന്ന വഴിയാണ് സംഭവം നടന്നത്. സംഭവം നടന്ന സ്ഥലം കലൂർക്കാട് വില്ലേജിൽ ഉൾപ്പെട്ടതാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കലൂർക്കാട് പോലീസിലേക്ക് കേസ് കൈമാറി. സിബി കൃഷിപ്പണിയിൽ സജീവമായിരുന്നു. കാർ കത്തിയിടത്ത് നിന്ന് 4 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് സിബിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപകടം നടക്കുന്നതിന് ഏതാനും സമയം മുമ്പ് സിബി സമീപത്തെ പെട്രോൾ പമ്പിലെത്തി ഇന്ധനം നിറച്ചിരുന്നതായും പെട്രോൾ നിറച്ച കുപ്പിയുടെ ഭാഗങ്ങൾ വാഹനത്തിൽ ഉണ്ടായിരുന്നതായും പോലീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല സിബിക്ക് എന്ന് തന്നെയാണ്. അതാണ് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും. സിബി ആണോ മരിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിന് ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണ്. എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്.